ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിൻ പി ഓഫ് ഇ ഗിവൺ എഫ്. എ കോയിൻ ഈസ് ടോസ് 3 times where ഇ at least 2 heads, എഫ് at most 2 heads. നമുക്ക് വേണ്ടത് എന്താണ്? ഇ ഗിവൺ എഫ് ആണ് വേണ്ടത് അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇ ഗിവൺ എഫിൻ്റെ അർത്ഥം എന്താ? എഫ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഒക്കർ ചെയ്യാനുള്ള ചാൻസ് എന്താണ്? അപ്പോൾ നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതി ചെയ്യുന്നതാണ് നല്ലത് ഇതേപോലത്തെ വേർഡ് പ്രോബ്ലംസിൽ. അപ്പോൾ എസ് നടന്നു കഴിഞ്ഞു, എഫ് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള സാമ്പിൾ സ്പേസ് എഴുതാൻ പാടുള്ളൂ, മുഴുവൻ എഴുതരുത്. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്തു. അതിൽ മാക്സിമം 2 ഹെഡ് വരെ കിട്ടിയിട്ടുണ്ട്. അറ്റ് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം. എഫ് നടന്നു കഴിഞ്ഞു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അപ്പം മാക്സിമം 2 ഹെഡ് വരെ കിട്ടിയിട്ടുണ്ട്. മാക്സിമം 2 ഹെഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാമല്ലോ. 2 ഹെഡോ അല്ലെങ്കിൽ അതിൽ താഴെ ഹെഡോ കിട്ടിയിട്ടുള്ളൂ. അതാണ് അറ്റ് മോസ്റ്റ്. മാക്സിമം 2 ഹെഡ് വരെ ആവാം, വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം 2 ഹെഡ് എന്ന് പറയുമ്പോൾ 2 ഹെഡ് വരുന്ന പോസിബിലിറ്റി ഉണ്ടല്ലോ. എച്ച് ടി വരാം. ഇതിൽ മാക്സിമം 2 ഹെഡ് എന്ന് പറയുമ്പോൾ ഇത് പോസിബിളാണ്. എച്ച് ടി എച്ച് വരാം അല്ലേ. ഫസ്റ്റ് ടോസ്, സെക്കൻഡ് ടോസ്, തേർഡ് ടോസ്. അല്ലെങ്കിൽ ടി എച്ച് എച്ച് വരാം. മാക്സിമം 2 ഹെഡ് അല്ലേ. ഒരു ഹെഡ് ആവുന്നതും അതിൽ പെടുന്നുണ്ടല്ലോ. പരമാവധി 2 ഹെഡ് വരെ അല്ലേ. അപ്പോൾ ഒരു ഹെഡ് വരുന്ന കേസും എസ്സിൽ വരുന്നുണ്ട്. എച്ച് ടി ടി വരാം. ഒരു ഹെഡല്ലേ ഉള്ളൂ ഇതിൽ. ടി എച്ച് ടി വരാം. ഒരു ഹെഡല്ലേ. ടി ടി എച്ച് വരാം. മാക്സിമം 2 ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി 2 ഹെഡ് വരെ. അപ്പോൾ 2 ഹെഡ് ആവുന്നതുണ്ട്, ഒരു ഹെഡ് ആവുന്നുണ്ട്, ഹെഡ് ഒട്ടും ഇല്ലാത്ത കേസും വരും. പരമാവധി 2 ഹെഡ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഒട്ടും ഇല്ലാത്ത കേസും അതിൽ പെടുന്നുണ്ട്. ഇതാണ് സാമ്പിൾ സ്പേസ്. ആ എഫ് ഒക്കർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം എസ്സിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇതിൽ നമുക്ക് ഇയുടെ ചാൻസ് ആണ് അറിയേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഇ. മിനിമം 2 ഹെഡെങ്കിലും കിട്ടാനുള്ള ചാൻസ് എന്താണ്? ഇ ആണ് വേണ്ടത്. ഈ കൂട്ടത്തിൽ നിന്ന് ഇക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്. മിനിമം 2 ഹെഡെങ്കിലും കിട്ടണം. മിനിമം. ഇതിൽ മിനിമം 2 ഹെഡ് എന്ന് പറയുമ്പോൾ ഇത് ഫേവറബിളാണ്, ഇത് ഫേവറബിളാണ്, ഇത് ഫേവറബിളാണ്. ശരിയല്ലേ? മിനിമം 2 ഹെഡ്. 3 ഹെഡ് എന്ന് പറഞ്ഞത് ഇതിനകത്ത് ഇല്ലല്ലോ. 3 ഹെഡ് എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്ത് ഇല്ല. സാമ്പിൾ സ്പേസിൽ പുറത്തുള്ള ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. മിനിമം 2 ഹെഡ് എന്ന് പറയുമ്പോൾ 3 ഹെഡ് എന്നുള്ളത് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാമ്പിൾ സ്പേസിൽ 3 ഹെഡ് വരുന്നത് എഴുതിയിട്ടില്ല അല്ലേ. ശരിയല്ലേ? അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ റിക്വയർഡ് പ്രോബബിലിറ്റി ഈക്വൽ ടു ആകെ എത്ര കേസാണുള്ളത്? 1 2 3 4 5 6 7. ഫേവറബിൾ ആയിട്ടുള്ളത് 3 മാത്രം. ഇതാണ് റിക്വയർഡ് പ്രോബബിലിറ്റി.